നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സേതുവും പല്ലവി കുഞ്ഞിനെ കുറിച്ച് സംസാരിക്കുകയാണ്. കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഋതു. എന്ത് ചെയ്യാൻ പറ്റും? പല്ലവിക്ക് വിഷമം. കുഞ്ഞിന് സമയങ്ങളിൽ പാല് കൊടുക്കാൻ പോലും പറ്റുന്നില്ല. ഒരുപക്ഷെ തന്റെ കുഞ്ഞായിരുന്നെങ്കിൽ താൻ ഇതിനെ പൊന്നു പോലെ നോക്കിയാനെ. ഇല്ലേലും നോക്കും, പക്ഷെ പാല് കൊടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അതൊക്കെ പല്ലവിയുടെ ഒരു സങ്കടമായിരുന്നു. സേതു പറഞ്ഞു, അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട, നമ്മുടെ കുഞ്ഞാന്ന് മാത്രം കരുതിയാൽ മതി. നമുക്ക് ഏത് വിധേന ഇതിനെ വളർത്തണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു, അതാ സേതുവേട്ട എന്റെ ആഗ്രഹം. ഇനി ഋതു തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇവളെ വളർത്തിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ഇവളുടെ അമ്മ ഞാനാന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് പല്ലവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുക. പല്ലവിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സേതു മറ്റൊരു കാര്യം പറയണേ. പല്ലവി, നിന്നോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ലക്ഷ്മി അമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. എന്തിന്? അല്ല, കാര്യം എന്താന്നൊക്കെ ചോദിച്ചു. അത് മയൂരിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടാ. മയൂരിയുടെ ശ്രീകാന്തിന്റെ വിവാഹ കാര്യത്തെക്കുറിച്ച്. അല്ല സേതുവേട്ടാ, അതിന് ശ്രീകാന്തിന്റെ വീട്ടുകാർ സമ്മതിക്കുവോ? അവര് സമ്മതിക്കാൻ വഴിയില്ല, പക്ഷെ ശ്രീകാന്തിന്റെ സമ്മതമാണ്. ഒന്നുകൂടെ ആ വീട്ടിൽ ചെന്ന് അവരുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, സേതുവേട്ട അതിന് അവര് കല്യാണം നടത്തി തരണ്ടേ? നമ്മൾ വെറുതെ പോയി നാണം കെടാവുന്നല്ലാതെ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ? നോക്കാം പല്ലവി, ശ്രീകാന്തിനെ കണ്ടൊന്ന് സംസാരിക്കണം. മയൂരിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. മയൂരി അവനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും പറഞ്ഞാൽ നിൽക്കുന്നേ. അപ്പൊ അതുപോലെ തന്നെയാണ് ശ്രീകാന്തും. അവർ രണ്ടുപേരും കൂടെ ഒന്നിക്കേണ്ടതാണെങ്കിൽ ഒന്നിക്കണം. പിന്നെ ഞാൻ മയൂരിക്കൊരു വാക്ക് കൊടുത്തിരിക്കുന്ന ആ വാക്ക് എനിക്ക് പാലിച്ചേ മതിയാവൂ. അത് കേട്ടപ്പോ പല്ലി പറഞ്ഞു, അങ്ങനെയാണ് സേതുവേട്ട, ഒന്നും നോക്കണ്ട. സേതുവേട്ടനോടൊപ്പം എന്തിനും ഏതിനും ഞാനും ഉണ്ട്. സേതുവേട്ടൻ ധൈര്യമായിട്ടിരുന്നു. സേതുവേട്ടന അവിടെ വീട്ടിൽ ചെല്ല്. ശ്രീകാന്തിന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ മയൂരിയുടെ വിവാഹം നടക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. പണ്ട് കാലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇനി പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലോ. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഈ പറയുന്ന വേണുഗോപാൽ സാറിന്റെ ഇടയ്ക്കും അതുപോലെ രഘുവരൻ സാറിന്റെ ഇടയ്ക്കും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതും പറഞ്ഞിട്ട് ഇനിയിപ്പൊ ഇവർ തമ്മിലുള്ള ഇഷ്ടത്തെ ഇല്ലാതാക്കേണ്ട കാര്യമൊന്നുമില്ല. സേതുയുടെ കാര്യമായിട്ട് എന്ന് ശ്രീകാന്തിനോട് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, ഞാൻ പോകാം പല്ലവി, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല. എന്റെ പെങ്ങളുടെ കാര്യമല്ലേ. അതോടൊപ്പം തന്നെ സ്വാതിയുടെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. എന്താ സേതുവേട്ടാ? അത് പിന്നെ സ്വാതിയുടെ പോക്കത്ര ശരിയല്ലെന്നാ ഇന്ന് കുറുപ്പന്മാരും പറഞ്ഞെന്ന് പറഞ്ഞു. അവളെ എനിക്ക് വിശ്വാസം സേതുവേട്ടാ. അവൾ ഒരിക്കലും അങ്ങനെ വഴി വെളിച്ചു പോകുന്നൊരു പെൺകുട്ടിയല്ല. അവൾക്ക് അവളുടേതായ ഒരു ആത്മവിശ്വാസം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും പല്ലവി, അതൊന്നും ഓർത്തിട്ട് സേതുവേട്ടൻ വിഷമിക്കണ്ട. ഇപ്പൊ മയൂരിയുടെ ശ്രീകാന്തിന്റെ കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സേതു പോകാന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് പൂർണ്ണിമ കുറുപ്പും സംസാരിക്കണ സമയത്ത് കുറുപ്പ് പൂർണ്ണിമയോട് പറഞ്ഞു, അതെ സ്വാതി പുറത്ത് ഹോസ്റ്റലിൽ നിന്നല്ലേ പഠിക്കുന്നേ, പക്ഷെ അവളുടെ ഇപ്പോഴത്തെ പോക്കത്ര ശരിയാന്ന് തോന്നുന്നില്ല. പ്രായവിധല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും പൂർണ്ണിമ ചോദിച്ചു, അതെന്താ? അല്ല, അവൾക്ക് പല കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടെന്ന് തോന്നേ. അപ്പോഴേക്കും പൂർണ്ണിമയ്ക്ക് ടെൻഷനായി. അതെന്താ കുറുപ്പേട്ട അങ്ങനെ പറഞ്ഞേ? അല്ല, അവൾക്ക് ഏതോ ഒരു ചെറുപ്പക്കാരനുമായിട്ട് അടുപ്പമുണ്ട്. അത് പക്ഷെ ഒരു പ്രണയബന്ധമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അത് നമ്മുടെ കുടുംബത്തിന് ചേരുന്ന കാര്യമാണോ? അവനോടൊപ്പം നടക്കുക, കറങ്ങി അടിച്ച് നടക്കുക. അല്ല, ഇതൊക്കെ ആരോ കുറുപ്പേട്ടനോട് പറഞ്ഞേ? അതൊക്കെ ഞാൻ അറിഞ്ഞു. ഈ കുടുംബത്തിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അറിയും. കാരണം മാധവമേനോൻ ഉണ്ടായിരുന്ന സമയത്ത് മുതല് ഞാൻ ഈ കുടുംബത്തിലെ ഒരു അംഗമായിരുന്നല്ലോ. അദ്ദേഹം പോയെങ്കിലും ഈ കുടുംബത്തെ എന്നെ ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. അപ്പൊ പിന്നെ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കും ഇല്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം പൂർണ്ണിമ പറഞ്ഞു, അവളുടെ പഠിത്തം തീരാൻ ഇനി കുറച്ചു നാളും കൂടെ ബാക്കിയുണ്ട്. അത്ര നാളും അവൾ ഹോസ്റ്റലിൽ വയ്ക്കണമെന്ന് ഓർത്താ. ഇവിടെ നിന്ന് വന്ന് പോയി വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. സാരമില്ല, പൂർണ്ണിമ ഇടയ്ക്കൊന്ന് വിളിച്ച് ഉപദേശിച്ചാൽ മതി. വേണ്ടാത്ത കൂട്ടുകെട്ടുകളൊന്നും അവൾക്ക് വേണ്ടാന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞോളാം കുറുപ്പേട്ട. എന്നാലും കുറുപ്പേന്റെ ഒരു കണ്ണും അവളുടെ മേൽ വേണമെന്നൊക്കെ പൂർണ്ണിമ പറയുന്നുണ്ട്. അതേപോലെ കുറുപ്പിന്റെ ഉപദേശം വേറെയായിരുന്നു. കാരണം സ്വാതിക്ക് വേറെ ആരെങ്കിലുമായിട്ട് അടുപ്പം, പുറമേ നിന്നുള്ള ആരുമായിട്ട് അടുപ്പം ഉണ്ടാകാൻ പാടില്ല. അതിനെക്കുറിച്ചൊക്കെ CI ആണ് കുറുപ്പിനോട് പറയണേ. സ്വാതിയുടെ പോക്ക് ശരിയല്ല. സ്വാതി മിക്കവാറും സത്യങ്ങളൊക്കെ ആരുടെയെങ്കിലും വിളിച്ചു പറയും. കുറുപ്പിന് ഭയങ്കര പേടിയതാ. താനാണ് ഈ കുടുംബത്തിന്റെ അന്തകൻ എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സേതു വെറുതെ ഇരിക്കില്ല, തന്നെ തീർത്ത് കളയുന്നുള്ള കാര്യം കുറുപ്പിനറിയാം. മാധവമേനോനെ കൊന്നത് താനാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർക്കും കുറുപ്പിന് നല്ല പേടിയുണ്ട്. ഈ സമയത്ത് സ്വാതി ഹോസ്റ്റലിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തിനാണ് അഖിലിന്റെ കോള് വരുന്നത്. അഖിൽ ചോദിച്ചു, വീട്ടിൽ നിന്ന് വന്നോന്ന് ചോദിച്ചു. ദൈവം ഒപ്പം വന്ന് കയറിയതുള്ളെന്ന് പറഞ്ഞു. അല്ല, എന്നെ ഒന്ന് വിളിച്ചത് പോലും ഇല്ലാന്ന് പറഞ്ഞു.
അതെ, കുറച്ച് തിരക്കിലായിപ്പോയി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സമയം ഒന്നിനും തികയില്ല, അതാ വിളിക്കാതിരുന്നേന്ന് പറഞ്ഞു. "ഉം, ശരി, നമുക്ക് കാണണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്ക് സ്വാതി പറഞ്ഞു, ഇന്ന് ഞാൻ കുറച്ച് തിരക്കില്ല, നാളെ ഫ്രീ ആവുമ്പോൾ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തിനും അഖിൽ ആലോചിച്ചു, മാക്സിമം വിവരങ്ങൾ സ്വാതിയിൽ നിന്ന് കളക്ട് ചെയ്യണം. എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് പൊന്നുമടത്തൊന്നും പോകാൻ പറ്റിയിരുന്നെങ്കിൽ അവിടെ ചെല്ലുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. ഈ പറയുന്നവർ എല്ലാവരുമായിട്ട് പൂർണ്ണിയാമ്മയൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ മാധവമേനനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു എന്നൊരു ചിന്തയായിരുന്നു അഖിലിന്റെ മനസ്സിൽ. സാരമില്ല, സമയമുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങളൊക്കെ കണ്ടെത്തിയേ മതിയാവുള്ളൂ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പിറ്റേന്ന് സേതു ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പൊ പോകുന്നതിന് മുമ്പ് തന്നെ സേതു ശ്രീകാന്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു സേതുവേട്ടൻ പോരാൻ പറഞ്ഞു. കാരണം സേതു വന്ന് അവരോടൊക്കെ സംസാരിക്കാന്നാണ് ശ്രീകാന്തിനോട് പറഞ്ഞിരിക്കുന്നത്. ഒന്നൊന്നും കൂടെ സംസാരിച്ച് നോക്കാം. സേതു വരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകാന്ത് ചെന്ന് സുഭദ്രയോട് പറഞ്ഞു, അമ്മേ ഇന്ന് സേതുവേട്ടൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ല, അവനെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? അമ്മേ, മയൂരിയുടെ എന്റെ വിവാഹക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാ. എടാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിന്റെ അച്ഛൻ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? നിന്റെ അച്ഛൻ ഈ ബന്ധം വേണ്ടാന്ന് പറഞ്ഞെടുത്ത് പിന്നെ നീ ഈ ബന്ധമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അമ്മേ, എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും ഞാൻ മയൂരിയുടെ കഴുത്തിലെ താലി അറുത്തോളൂ. ആണ്ടെ, വീണ്ടും നീ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? നിന്റെ അച്ഛന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ബന്ധം അത്. എടാ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആ കുടുംബമായിട്ട്. അപ്പൊ പിന്നെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലോ? അവനോട് വിളിച്ചിട്ട് വരണ്ടാന്ന് പറ. ഇങ്ങോട്ടേക്കേനും വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കും. അത് കേട്ടപ്പോ ശ്രീകാന്ത് പറഞ്ഞു, സേതുവേട്ടനെ എന്നെ കാണാനാ മതിന്നേ. സേതുവേട്ടൻ വന്നിട്ടുണ്ടെങ്കിൽ സേതുവേട്ടനെ കണ്ട് എനിക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു. സുഭദ്ര പറഞ്ഞു, അന്നാ ഇവിടെ ഒരു വലിയ വഴക്ക് തന്നെ നടക്കുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സേതു വന്നു കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന്റെ അമ്മാവനോട് പോയി കഥ തുറക്കുന്നേ. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ചെന്താ കാര്യം എന്ന് ചോദിച്ചു. എനിക്ക് ശ്രീകാന്തിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ശ്രീകാന്തിനെ കാണാൻ ഇപ്പൊ പറ്റില്ല, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്കാൻ പറഞ്ഞു. സേതു പറഞ്ഞു, എനിക്ക് ശ്രീകാന്തിനെ കാണണം, കണ്ട് സംസാരിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ശ്രീകാന്തിന്റെ അമ്മാവ് സമ്മതിച്ചില്ല. മര്യാദയ്ക്ക് പോകുന്ന നല്ലത്. രഘുവരനെങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടത്തില്ല, തോക്കൊണ്ടായിരിക്കും മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞു. സേതു പറഞ്ഞു, ആര് വന്നാലും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കാണ് രഘുവരനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. എന്താ അവിടെ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ അങ്ങോട്ട് വരുവാണ്. സേതുവിനെ കണ്ടു കഴിഞ്ഞപ്പത്തിന് അയാളുടെ മുഖമൊക്കെ മാറി. നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. അതെ സാറേ, ഞാൻ എന്തായാലും വഴക്കിനോ ഒന്നും വന്നല്ല, മയൂരിയുടെ ശ്രീകാന്തിന്റെ വിവാഹക്കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്ന. ഓ, അതാണ് കാര്യം. അത് നടക്കില്ല എന്നുള്ളത് പറഞ്ഞല്ലേന്ന് ചോദിച്ചു. സാറേ, അങ്ങനെ തീർത്ത് പറയരുത്, രണ്ടുപേരുടെ ജീവിത പ്രശ്നമെന്ന് പറഞ്ഞു. അതെ, എന്റെ ചെറുക്കന് വേറെ പെണ്ണ് കിട്ടും, നിന്റെ പെണ്ണിന് വേറെ ചെക്കനെ കിട്ടിയില്ലെങ്കിൽ അത് എന്റെ കുഴപ്പമല്ല എന്ന് പറഞ്ഞു. സേതു പറഞ്ഞു, സാറേ എന്റെ പെങ്ങൾക്ക് വേറെ ചെക്കനെ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല, മയൂരിക്കും അതുപോലെ തന്നെ ശ്രീകാന്തിന് ഈ വിവാഹം മതി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ എന്റെ പെങ്ങളെ ഞാൻ വേറെ കെട്ടിച്ചു വിട്ടാരെന്ന് പറഞ്ഞു. ഇവിടുന്ന് വന്ന ആലോചനയായിരുന്നു എന്റെ പെങ്ങൾക്ക്. അത് കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യത്തോടു കൂടി രഘുവരൻ പറഞ്ഞു, നീ ഇവിടെ നിന്ന് കൂടുതൽ പറയണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്ക്, എന്റെ മൊഴി ബന്ധം വേണ്ടെന്ന് പറഞ്ഞു. അത് ശ്രീകാന്ത് പറയട്ടെ എന്ന് പറഞ്ഞു. അവൻ ഇപ്പൊ പറയുന്നില്ല, മര്യാദയ്ക്ക് പോകുന്ന നല്ലത്, ഞാൻ ശ്രീകാന്തിനെ കണ്ട് ചോദിച്ചിട്ടോ പോകത്തുള്ളെന്നും പറഞ്ഞുകൊണ്ട് ബലം പിടിക്കുകയാണ്. സേതു ഈ സമയത്ത് രഘുവരൻ എന്ത് ചെയ്തു, കയ്യിലിരുന്ന തോക്കെടുത്ത് സേതുവിന്റെ നെറ്റിയിലേക്ക് വെക്കണം. മര്യാദയ്ക്ക് കടന്നു പോക്കോ അല്ലെങ്കിൽ നിറയൊഴിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ തോറ്റ് പിന്മാറുന്നവനല്ല സേതു. സേതു പറഞ്ഞു, സാറിന് ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ സാറ് വെടിവെക്കാൻ പറഞ്ഞു. എന്നാ സാറിനെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. ഒരു നിമിഷം രഘുവന്റെ കൈ വിറച്ചുപോയി. കാരണം സേതു ഇങ്ങനെ ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. തോക്ക് കണ്ടുകഴിയുമ്പത്തേനും സേതു പേടിച്ചോടുന്നൊക്കെയാ കരുതിയത്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. താനൊരു കാര്യം ഉദ്ദേശിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കിയേ പോകൂ എന്നൊരു ചിന്തയായിരുന്നു സേതുവിന്റെ മനസ്സിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.